നമസ്കാരം. കൃഷ്ണാരമിത്രത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ശ്രീ ഗുരുവായൂരപ്പൻ്റെ ദിവ്യ അനുഗ്രഹം കൊണ്ട് ഒരു ദിവസം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വരാൻ സാധിച്ചു. ഗുരുവായൂരപ്പൻ്റെ പാദങ്ങളിൽ നമസ്കരിക്കുന്നു. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീകൃഷ്ണ ഗോവിന്ദ ഹരേ മുരാരേ ഹേ നാഥ നാരായണ വാസുദേവ. ശ്രീ ഗുരുവായൂരപ്പ ശരണം ഹരേ. ഇന്നത്തെ സത്സംഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ശ്രീ ഗുരുവായൂരപ്പൻ ശ്രീലകത്ത് ഒരു കൈയിലോടക്കലും മറ്റേ കൈ ഇടുപ്പിൽ കുത്തിയ ഭാവത്തിലായിരുന്നു നിൽക്കേണ്ടായിരുന്നു. നല്ല ഭംഗിയുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു കേട്ടോ. കണ്ടാലും മതി വരാത്ത അത്രയും ഭംഗിയുള്ള ഉണ്ണികൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണൻ്റെ പാദത്തിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ നോക്കാം. ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ വർത്താനം പറയാൻ വന്നതാണ്. ഒപ്പം ഇന്നലെ കുറച്ച് പേര് ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്, സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് പറയണം. പിന്നെ അത് മാത്രമല്ല, ഒരു കുഞ്ഞു കഥയും പറയണം. എല്ലാം കൂടിയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചോദ്യം നോക്കാം അല്ലേ. ആദ്യത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഷൈജ സുരേന്ദ്രൻ ആണ്. സുഹൃത ഹോമത്തിനെ പറ്റി പറയുമോ, അതിൻ്റെ ബുക്കിംഗ് തുടങ്ങുന്നത് എന്നാണ് എന്ന് പറയാമോ എന്നാണ്. ഗുരുവായൂർ അമ്പലത്തിൽ സുഹൃത ഹോമം നടക്കുകയാണ്. നവംബർ 1-ാം തീയതി തൊട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബുക്കിംഗ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. 500 രൂപയാണ്. ഇതുവരെ ഈ വർഷം ആദ്യമായിട്ടാണ് സുഹൃത ഹോമത്തിൽ നമ്മൾ ഓരോ ഭക്തർക്കും പങ്കെടുക്കാം എന്നായത് കേട്ടോ. കാരണം ഇതുവരെ ഭക്തരാൽ ഷീട്ടാക്കൽ ഉണ്ടായിരുന്നില്ല. ദേവസ്വത്തിൻ്റെ വകയും ഒതുക്കൻ കുടുംബക്കാരുടെ വകയുമായിരുന്നു 2 സുഹൃത ഹോമങ്ങൾ ഗുരുവായൂർ അമ്പലത്തിൽ നടന്നിരുന്നത്. എന്നാൽ ഈ വർഷം മുതൽ നമ്മൾ ഭക്തജനങ്ങൾക്ക് കൂടി സുഹൃത ഹോമത്തിൻ്റെ ഒരു ഭാഗമാവാൻ സാധിക്കും. ഷീട്ടാക്കുന്നതിലൂടെ 500 രൂപയാണ് സുഹൃത ഹോമം ഷീട്ടാക്കാനായിട്ട് വേണ്ടത്. ഇനി എന്തിനാണ് സുഹൃത ഹോമം ഷീട്ടാക്കുന്നതെന്ന് ചോദിച്ചാൽ ദുരിത നിവാരണത്തിന് എന്ന് പറയാം കേട്ടോ. ദുഃഖ നിവാരണത്തിന്, ദുരിത നിവാരണത്തിന്, ശ്രേയസ്സിന് എന്നൊക്കെയാണ് സുഹൃത ഹോമത്തിൻ്റെ ആ ഒരു ഫലം ആചാര്യന്മാർ അനുസ്മരിച്ച് കേൾക്കാറുള്ളത്. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ ആരംഭിച്ചിട്ടുണ്ട്. വേഗം തന്നെ ബുക്ക് ചെയ്തോളൂ കേട്ടോ. അടുത്ത ചോദ്യം നീത എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഗുരുവായൂർ അമ്പലത്തിൽ എഴുത്തിനിരുത്താമെന്ന് പറഞ്ഞിരുന്നല്ലോ, പ്രായപരിധി ഉണ്ടോ, എല്ലാ സമയത്തും പറ്റുമോ? ഷോറൂം നടക്കുന്ന ഹാളിലാണ് കേട്ടോ ഇത്. വിദ്യാരംഭം ഷീട്ടാക്കിയാൽ നമുക്ക് വിദ്യ ആരംഭിക്കാൻ സാധിക്കുന്നത്. ചെറിയ കുട്ടികളാണെങ്കിൽ അവിടെ ഷോറൂം നടത്തുന്ന കോയ്മ തന്നെയാണ് വിദ്യാരംഭം കുറിക്കാനായിട്ട് അദ്ദേഹം തന്നെയാട്ടോ സഹായിക്കുക. വലിയ ആളുകളാണെങ്കിൽ വിദ്യാരംഭം കുറിക്കുക എന്നുള്ള ആ ഒരു വഴിപാട് ഷീട്ടാക്കിയിട്ട് അവിടെ ആ ചോറൂണ് നടക്കുന്ന ഹാളിൽ പോയിട്ട് അദ്ദേഹത്തിനോട് പറഞ്ഞാൽ അവിടെ ഇരുന്ന് എഴുതാനുള്ള സൗകര്യമുണ്ട്. പ്രായപരിധി ഇല്ല, സമയപരിധിയുണ്ട്. 5 മണി, രാവിലെ 5 മണിക്കാണ് തുടങ്ങുക. ഷോറൂം നടക്കുന്ന അതേ സമയങ്ങളിൽ, നട തുറന്നിരിക്കുന്ന എല്ലാ സമയത്തും നമുക്ക് ചെയ്യാൻ സാധിക്കും കേട്ടോ. എല്ലാ ദിവസവും ഉള്ള വഴിപാട് തന്നെയാണ്. ഇനി അടുത്ത ചോദ്യം ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മി മോഹനാണ്. എൻ്റെ മകൻ്റെ കല്യാണം നടക്കാൻ പ്രാർത്ഥിക്കുമോ സവിത? ഞാൻ 27-ാം തീയതി, സെപ്റ്റംബർ 27-ാം തീയതി കൃഷ്ണനാട്ടം കളി നടത്തിയിരുന്നു. ഞാൻ പല പ്രാവശ്യം മെസ്സേജ് ഇട്ടിട്ടും കണ്ടില്ല. ഞാൻ ഇപ്പോഴാണ് കേട്ടോ കണ്ടത്. ലക്ഷ്മി ചേച്ചി ക്ഷമിക്കൂ, ഞാൻ ഇപ്പോഴാണ് കണ്ടത്. തീർച്ചയായിട്ടും പ്രാർത്ഥിക്കാം. എന്തായാലും ഗുരുവായൂരപ്പൻ നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം തരണമെങ്കിൽ അങ്ങനെയും ഇങ്ങനെയൊന്നും ഉള്ളത് തരില്ല കേട്ടോ. ദ ബെസ്റ്റ് ആണ് ഭഗവാൻ നമുക്ക് തരിക. ഏറ്റവും നല്ലതിനെ ഭഗവാൻ നമുക്ക് തരുള്ളൂ കേട്ടോ. കാരണം ഞാൻ ആ വഴിപാട് ചെയ്തു, ഞാൻ ഈ വഴിപാട് ചെയ്തു, എന്നിട്ടും എന്നെ ഭഗവാൻ അനുഗ്രഹിച്ചില്ലല്ലോ എന്നൊരിക്കലും ചിന്തിക്കരുത്. എന്തൊക്കെ വഴിപാടുകൾ ചെയ്താലും നമ്മളെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കും. ഏറ്റവും നല്ലതിനായിട്ടാണ് ഭഗവാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണേന്ന് വിചാരിക്കും കേട്ടോ. ഏറ്റവും നല്ല ഒരു മകളെ തന്നെ കിട്ടട്ടെ മകൻ്റെ ഭാര്യയായിട്ട് എന്ന് ആശംസിക്കുന്നു, ഒപ്പം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്തതായിട്ട് ശൈലജ സോമൻ ആണ് പറഞ്ഞിരിക്കുന്നത്. വളരെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് മോളെ എന്നും. നോക്കൂ, ഇതെല്ലാം ഈ ഒരു സമയത്തിൻ്റെ ആണെന്ന് മാത്രം വിചാരിക്കൂ. ഈ ഒരു ബുദ്ധിമുട്ട്, ദുർഘടം, ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ കഷ്ടകാലം, ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് നമുക്ക് ചുറ്റും ആരൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് ഭഗവാൻ ഈശ്വരൻ കാണിച്ചു തരാനുള്ള ഒരു വഴിയായിട്ട് മാത്രം കണക്കാക്കൂ. തീർച്ചയായിട്ടും ഗുരുവായൂരപ്പനെ പ്രാർത്ഥിച്ചാൽ മാറാത്ത ദുരിതങ്ങളോ ദുഃഖങ്ങളോ ഒന്നും തന്നെ ഇല്ല. നാമം ജപിച്ചോളൂ, നാരായണീയം വായിച്ചോളൂ, നമസ്കരിച്ചോളൂ. ഇനി ഇതിനൊന്നും സാധിക്കുന്നില്ല എന്നാണെങ്കിൽ, വളരെയധികം മനപ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു ഡിപ്രഷൻ സ്റ്റേജ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ വരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞതിനൊന്നും സാധ്യമല്ല എന്ന് തോന്നും. ആ സമയത്ത് നമ്മളോട് തന്നെ സംസാരിക്കണ പോലെ നമ്മൾ ഗുരുവായൂരപ്പനോട്, ഉണ്ണി കൃഷ്ണ
എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് വന്നത്, ഉണ്ണികൃഷ്ണൻ കാണുന്നില്ലേ, ഉണ്ണി എൻ്റെ അടുത്തുണ്ടായിട്ട് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് വന്നോളൂ അല്ലെങ്കിൽ എനിക്ക് വന്നോളൂ എന്നൊക്കെ ഒന്ന് ചോദിച്ചു നോക്കൂ. 1-2 ദിവസത്തിനുള്ളിൽ തന്നെ ഉണ്ണികൃഷ്ണൻ നമ്മുടെ മനസ്സിനുള്ളിലിരുന്ന് ഇതിനെല്ലാം ഓരോ 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 മറുപടിയായിട്ട് തരും കേട്ടോ. മഹാഭാരതം എന്നൊരു TV-യിലെ സീരിയലായിട്ട് കാണിച്ചിരുന്നല്ലോ കുറേ മുമ്പ്. ഓരോ ആളുകളുടെ ആ യുദ്ധക്കളത്തിൽ നിന്ന് ഓരോ ആളുകളുടെ വിരമിക്കൽ അല്ലെങ്കിൽ മരിക്കൽ, ഭഗവത് പാദത്തിൽ ചേരലുണ്ടായിരുന്ന സമയത്ത് ഓരോരുത്തർക്കും ഭഗവാനോട് ചോദിക്കാൻ അനേകം ചോദ്യങ്ങളുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഭഗവാനെ ഇങ്ങനെ ആ ഒരു നിമിഷം കാലം എന്താ പറയുക അനങ്ങാതെയാവും, സ്റ്റില്ലാവുക എന്നൊക്കെ പറയില്ലേ, ഭഗവാനും ആ വ്യക്തിയും മാത്രമായിട്ട്. അങ്ങനെയായിരുന്നു അതിലെ ചിത്രീകരണം. എൻ്റെ മനസ്സിലും അങ്ങനെ ഒരു ചിത്രീകരണം ഉണ്ട് കേട്ടോ. എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഭഗവാന്റെ കയ്യിലുണ്ട്. അപ്പോൾ ഭഗവാനെ കാണുമ്പോൾ നമുക്ക് പല സമയത്തും ഭഗവാന്റെ അൽഗോരിതങ്ങൾ മനസ്സിലാവില്ല. ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, ഭഗവാന്റെ അൽഗോരിതം എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല, ഭഗവാന്റെ കാൽക്കുലേഷൻസ് എനിക്ക് ഒട്ടും മനസ്സിലാവണില്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ വന്നത്, ഈ ദുഷ്ടരെ പന പോലെ വളർത്തുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, അങ്ങനെയൊക്കെ ഇടയ്ക്ക് കാണാറുണ്ടല്ലോ നമ്മൾ. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഭഗവാനോട് ചോദിക്കും, എന്തുകൊണ്ടാണ് ഭഗവാനെ, അപ്പോൾ അവർ ചെയ്തത് ശരിയായിരുന്നില്ലല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നത്, അങ്ങനെയൊക്കെ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇതിനൊക്കെ ഗുരുവായൂരപ്പന് മറുപടിയുണ്ട്, വളരെ വ്യക്തമായ മറുപടിയുണ്ട്. ഭഗവാനോട് നമ്മൾ സമയം കണ്ടെത്തിയിരുന്ന് സംസാരിക്കേ വേണ്ടൂ. എല്ലാത്തിനുള്ള മറുപടി നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മുടെ ഉണ്ണികൃഷ്ണൻ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഉണ്ണികൃഷ്ണനോട് കുറച്ച് നേരം സംസാരിക്കുക. ഇപ്പോൾ ഈ ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ശാരീരികമായിട്ടുള്ള പ്രയാസങ്ങളും മാനസികമായിട്ടുള്ള പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ കണ്ണടച്ചിരുന്നു കൊണ്ട് ഉണ്ണികൃഷ്ണ എൻ്റെ അടുത്തൊന്ന് വരൂ, കുറച്ച് നേരം എൻ്റെ അടുത്തിരുന്നൊന്ന് സംസാരിക്കൂ എന്ന് പറയാൻ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭഗവാൻ അതിനൊക്കെ മറുപടി പറഞ്ഞു തരും. ഇത് എൻ്റെയും കൂടി അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് തോന്നാറുണ്ട് ഗുരുവായൂരപ്പൻ്റെ അൽഗോരിതം തീരെ തെറ്റാണല്ലോ എന്ന്. പക്ഷെ നമുക്കൊന്നും മനസ്സിലാവാത്ത പല പല കാര്യങ്ങളും ഉണ്ടാവും. എനിക്ക് ചിലപ്പോൾ അമ്പലത്തിൽ നിന്ന് ഉത്തരം കിട്ടാറുണ്ട് കേട്ടോ. ചില ആളുകളെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ പറയാറുണ്ട്, ഉണ്ണികൃഷ്ണ ഞാനിപ്പോൾ പറയണത് രാവിലെ 5 മണിക്കാണ് കേട്ടോ, ഇന്ന ആളുണ്ടല്ലോ രാവിലെ 5 മണിക്ക് കണ്ടിട്ടേ ഉണ്ടാവില്ല, എന്നിട്ടും അവർക്ക് എന്നേക്കാൾ അനുഗ്രഹമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. ഉണ്ണികൃഷ്ണന് അവരോട് ഇത്തിരി അധികം സ്നേഹമുണ്ട് കേട്ടോ. ഇതെന്താ അങ്ങനെ, എനിക്ക് ഭഗവാന്റെ സ്നേഹം കുറച്ച് അധികം കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. ഇങ്ങനെയൊക്കെ പോയി പറഞ്ഞ് തിരിഞ്ഞ് നോക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ കാണുന്നത് ആ വ്യക്തിയുടെ അമ്മ അവിടെ നിന്ന് പ്രാർത്ഥിക്കണതായിരിക്കും. ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഞാൻ പറയും, ഭഗവാൻ എനിക്ക് ആൻസർ കിട്ടി കേട്ടോ, അമ്മ പ്രാർത്ഥിച്ചാലും മതിയിലും മകന് അല്ലെങ്കിൽ മകൾക്ക് നന്നാവാൻ. അപ്പോൾ ഇത് തന്നെയായിരിക്കുമല്ലേ അതിൻ്റെ കാരണം, അത് ശരിയാണ്, അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ല എന്ന് പറയും. അടുത്ത ദിവസം വേറൊരു ചോദ്യവും എനിക്കുണ്ടാവുക, ഉണ്ണികൃഷ്ണ ഇതെന്താ അങ്ങനെ വന്നത്, ഞാൻ അങ്ങനെയല്ലല്ലോ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ എൻ്റെ ആചാര്യൻ എനിക്ക് പറഞ്ഞു തന്നിരിക്കണത് ഇങ്ങനെയല്ലല്ലോ ഉണ്ണികൃഷ്ണൻ, എന്താ ഇന്ന് ഉണ്ണികൃഷ്ണൻ്റെ കാര്യത്തിൽ ആചാര്യൻ പറഞ്ഞ രീതിയിലല്ലാണ്ട് എനിക്ക് തോന്നണേന്ന് എനിക്ക് ഇടയ്ക്ക് തോന്നാറുണ്ട്. ഒരിക്കൽ ഞാൻ അദ്ദേഹത്തിനോട് പറയുകയും ചെയ്തു, അങ്ങ് പറയുന്ന ഉണ്ണികൃഷ്ണനും ഞാൻ കാണുന്ന ഉണ്ണികൃഷ്ണനും തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ, അതെന്താ അങ്ങനെ വരണേന്നൊക്കെ ഞാൻ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ ഉള്ള ഉത്തരം ഭഗവാൻ നമ്മുടെ മുമ്പിൽ എങ്ങനെയെങ്കിലും കൊണ്ടുവന്ന് എത്തിച്ചേരും. ഇന്ന വഴിയെന്നൊന്നുമില്ല കേട്ടോ. ചില ആളുകളിലൂടെ ആവാം, ചില മെസ്സേജുകളിലൂടെ ആവാം, ചില വീഡിയോസിലൂടെ ആവാം, എങ്ങനെ വേണമെങ്കിലും ആവാം. ഇത് ഉണ്ണികൃഷ്ണൻ പറയണതായിട്ടൊന്ന് സങ്കല്പിച്ച് നോക്കൂ, അപ്പോൾ നമുക്കതിൻ്റെ ആൻസർ കിട്ടും കേട്ടോ. അപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ എത്രയും പെട്ടെന്ന് ഉന്മേഷവതിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒപ്പം നാമം ജപിച്ചോളൂ, എല്ലാം നേരെയാവും കേട്ടോ. അടുത്ത ചോദ്യം, അടുത്തതായിട്ട് വനിത ചേച്ചി എല്ലാവരോടും ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, അപ്പോൾ അതൊക്കെ മാറാനായിട്ട് പെട്ടെന്ന് നമ്മളെല്ലാവരോടും കൃഷ്ണാരമിത്രങ്ങൾ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പ്രാർത്ഥിക്കാം, നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാം അല്ലേ. വയ്യാതെ ഇരിക്കണ എല്ലാവർക്കും സുഖാവട്ടെ, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടുവന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം വനിത ചേച്ചിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു കേട്ടോ. അടുത്തത് ശാന്തകുമാരി എന്നൊരു ഭക്തയാണ് ചോദിച്ചിരിക്കുന്നത്, രാത്രിയിൽ ഭാഗവതം വായിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ദോഷമുണ്ടോയെന്ന്. ഭാഗവതം സ്വയം ഭഗവാനാകുന്നു എന്നാണ്. ഭഗവാനെ രാത്രിയിൽ സമീപിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും തെറ്റുണ്ട് തോന്നുന്നുണ്ടോ? ഒട്ടുമില്ല കേട്ടോ. ശുദ്ധം നോക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പോൾ ഞാൻ പറയുമ്പോൾ ഞാൻ പാലിക്കുന്നത് മാത്രമേ ഞാൻ പറയുള്ളൂ. ശുദ്ധമായിട്ട് വേണമെന്ന് ഞാൻ പാലിക്കുന്നത് അതാണ്, അതുകൊണ്ട് അത് ഞാൻ പറയുന്നു. ചില ആചാര്യന്മാരൊക്കെ പറയും ഒന്നും നോക്കാനില്ല, നമ്മുടെ ഉണ്ണികൃഷ്ണനല്ലേ, എപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും സ്വീകരിച്ചോളൂ എന്ന്. എന്തായാലും ഭഗവാൻ കാലങ്ങൾക്കും ദേശങ്ങൾക്കും ഒക്കെ അതീതനാണ്.
സമയങ്ങൾക്കും അതീതനാണ്. ഏത് സമയത്ത് വേണമെങ്കിലും ഭഗവാനെ നമുക്ക് ആശ്രയിക്കാം കേട്ടോ. ഇത് ഞാൻ പറയാറുണ്ട്, ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പണ്ട് ഞാനും എൻ്റെ ചേച്ചിയും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ദിവസവും നമസ്കരിക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു ഭഗവാന്. ഒന്നിലധികം 100-ലധികം നമസ്കാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ രാവിലെ ഒന്നും ചെയ്യില്ല ഞങ്ങൾ. രാവിലെ സ്കൂളിൽ പോക്ക്, അത് കഴിഞ്ഞ് വൈകുന്നേരം വന്നാൽ ട്യൂഷന് പോക്ക് അല്ലെങ്കിൽ പഠിക്കൽ, അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. കുറച്ച് നേരം TV കാണും, കുറച്ച് നേരം വെറുതെ കളിക്കും. ഇതെല്ലാം കഴിഞ്ഞ് രാത്രി ഉറങ്ങാൻ നേരത്ത് 10 മണി കഴിഞ്ഞാലാണ് രണ്ടുപേർക്കും ഓർമ്മ വരിക, അയ്യോ ഇന്ന് നമസ്കരിച്ചിട്ടില്ല, ഇന്ന് ഇത്ര നമ്പേഴ്സാണ് ഭഗവാനോട് കമ്മിറ്റ് ചെയ്തിരിക്കണേ, അപ്പോൾ അത് ചെയ്യണമല്ലോ എന്ന്. അങ്ങനെ ഞങ്ങൾ രാത്രി ഇത്രയും നേരം വൈകിട്ട് നമസ്കരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ അടുത്ത് അമ്മ വന്നിട്ട് ഒരു ദിവസം നല്ലോണം വഴക്ക് പറഞ്ഞു. രാവിലെ എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചിരുന്നില്ലേ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ മറന്നില്ലല്ലോ, ലഞ്ച് കഴിക്കാൻ മറന്നില്ലല്ലോ, ഈ നമസ്കാരം മാത്രം എന്തിനാ ഈ രാത്രി കിടക്കണതിന് മുമ്പാക്കണേ, ഇത് ഇത്തിരി നേരത്തെ ആക്കി കൂടെ, എനിക്ക് കിടക്കാൻ വൈകി, 2 കുട്ടികൾ ഇങ്ങനെ കിടന്നുറങ്ങാതിരിക്കുമ്പോൾ എങ്ങനെയാണ് അമ്മയ്ക്ക് ഉറക്കം വരിക എന്നൊക്കെ ചോദിച്ചിട്ട് അമ്മ ഇങ്ങനെ വഴക്കുണ്ടാക്കുകയാണ്. അപ്പോൾ അതൊക്കെ മിണ്ടാതെ നിന്ന് കേട്ട് ഞങ്ങൾ പിറ്റേ ദിവസം പതിവ് പോലെ സ്കൂളിൽ പോയി. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അമ്മ വായനയ്ക്ക് പോയി. ആചാര്യൻ്റെ വായന നടക്കുകയായിരുന്നു, സപ്താഹം. അമ്മ സപ്താഹത്തിൽ നമസ്കരിച്ചിരിക്കുന്ന സമയത്ത് ആചാര്യൻ പറയാണ്, ഭഗവാനെ എപ്പോൾ വേണമെങ്കിലും നമസ്കരിക്കാം കേട്ടോ, രാത്രിയോ പകലോ ഉച്ചയ്ക്കോ വൈകുന്നേരമോ എപ്പോൾ വേണമെങ്കിലും ഭഗവാനെ നമസ്കരിക്കാം, എപ്പോൾ നമസ്കരിച്ചാലും ഭഗവാൻ സ്വീകരിക്കും, അതിന് ഇന്ന നേരം എന്നൊന്നുമില്ലാന്ന്. ഇത് കേട്ടതും എൻ്റെ അമ്മയുടെ കണ്ണ് നിറഞ്ഞു. അമ്മ വന്ന് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളെപ്പോൾ വേണമെങ്കിലും നമസ്കരിച്ചോളൂ കേട്ടോ കുട്ടികളെ, നിങ്ങളങ്ങനെ നമസ്കരിക്കണതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന്. അപ്പോൾ ഇത് ഭഗവാൻ അമ്മയ്ക്ക് കൊടുത്തിട്ടുള്ള ഒരു മെസ്സേജാട്ടോ. ഇതുപോലെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് കിട്ടും. ഒരിക്കൽ എൻ്റെ കുട്ടി മിത്രവിന്ദ വലത്തെ കൈ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സ്കൂൾ ബസ്സിൽ കൈ ഇടിച്ചു. അപ്പോൾ കൈയിൻ്റെ ഈ ഭാഗത്തായിട്ട് നല്ല വേദന ഉണ്ടായിരുന്നു. അപ്പം അന്ന് ഇവിടെ നേദ്യത്തിന് ഒരുക്കുന്നതൊക്കെ മിത്രവിന്ദയാണ്. അപ്പോൾ മിത്രവിന്ദ എല്ലാം ഇടത്തെ കൈ കൊണ്ടാണ് എടുക്കുന്നത്. ഭഗവാന് നിവേദ്യം തയ്യാറാക്കുന്നതൊക്കെ ഇടത്തെ കൈ കൊണ്ടാണ്. അപ്പം ഞാൻ കണ്ടിട്ട് നല്ലോണം വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, എന്താ വിന്ദ ഈ കാണിക്കണേ, ഇടത്തെ കൈ കൊണ്ടാണോ ഭഗവാന് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക, കുട്ടിക്ക് എന്നാൽ വലത്തെ കൈ ഉപയോഗിച്ചാൽ. അപ്പോൾ പറഞ്ഞു, അമ്മ എനിക്ക് വലത്തെ കൈ വേദനയാണ്. വലത്തെ കൈ വേദന വെച്ചിട്ട് ഇതൊരു ചെറിയ കാര്യമല്ലേ, ഇത് ചെയ്യണോണ്ട് എന്താ വിരോധം എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ നന്നായിട്ട് ഇങ്ങനെ വഴക്ക് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞാനൊരു വീഡിയോ കാണുകയാണ്. ആ വീഡിയോയിൽ ഭഗവാനെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുകയാണ്. ആ സമയത്ത് ഭഗവാനെ എല്ലാ ഭക്തരും തുല്യരാണ് എന്ന് പറയാട്ടോ. അപ്പോൾ എല്ലാ ഭക്തരും തുല്യരാണെന്ന് പറഞ്ഞു പോയാൽ പോരെ ശരിക്കും ആ ആചാര്യന്. പക്ഷേ അദ്ദേഹം പറയാണ്, ഭഗവാൻ ഇടത്തെ കൈയും വലത്തെ കൈയും തമ്മിൽ എന്താ വ്യത്യാസം, രണ്ടും ഭഗവാന്റെ സൃഷ്ടി തന്നെയല്ലേ. ഇടത്തെ കൈ കൊണ്ട് ഭഗവാന് നിവേദ്യം തയ്യാറാക്കിയ എന്താ കുഴപ്പം, വലത്തെ കൈ കൊണ്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ വല്ല നിർബന്ധങ്ങളും ഉണ്ടോ? ഒന്നുമില്ല, ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എല്ലാം തുല്യമാണെന്ന്. ശരിക്കും ഭക്തരെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നതെങ്കിലും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ്. ഇത് കേട്ടപ്പോൾ ശരിക്കും ഞാൻ മിത്രവിന്ദയോട് സോറി പറയേണ്ട അവസ്ഥയായി. അപ്പോൾ നമ്മുടെ ഭഗവാൻ അങ്ങനെ ഒരു റെസ്ട്രിക്ഷനും ഇല്ല കേട്ടോ. രാത്രിയിൽ ഭാഗവതം വായിക്കാം, പകല് ഭാഗവതം വായിക്കാം, എല്ലാ സമയത്തും നമുക്ക് ഭഗവാനെ ആശ്രയിക്കാം. ഇന്ന സമയം ഇന്ന നേരം എന്നൊന്നുമില്ല. നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. നമ്മുടെ ഉണ്ണികൃഷ്ണനെ എപ്പോൾ വേണമെങ്കിലും പോയി ഭഗവാനെ ഉണ്ണികൃഷ്ണ എന്ന് വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇരുന്നോളൂ. അത് ഏറ്റവും നല്ല കാര്യമായിരിക്കും. അപ്പോൾ ആ സംശയവും ക്ലിയറായി എന്ന് വിചാരിക്കണം. അപ്പോൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഇത്രയും വിശേഷങ്ങളാണുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത് ഒരു കഥയാണ് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണുന്നവർക്കേ കഥ കേൾക്കാൻ പറ്റുള്ളൂ. ഇത് അതിൻ്റെ ഒരു ടെക്നിക്കാണ്, അവസാനം കൊണ്ടുപോയി കഥ പറയുന്നത് അല്ല കേട്ടോ. എനിക്ക് ഓർമ്മ വരുന്നത് ഇപ്പോഴാണ്. അപ്പോൾ ആ കഥയുടെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ നാരദ മഹർഷി ഭഗവാനോട് ചോദിച്ചു അത്രേ, സത്സംഗത്തിൻ്റെ മഹാത്മ്യം എന്താണ്. ഒരിക്കൽ എന്നോടൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട്, സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ സവിത, സത്സംഗം എന്നാണല്ലോ പേര് കൊടുത്തിരിക്കണേ, സത്സംഗം എന്ന് പറഞ്ഞാൽ എന്താ സവിത എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സത്സംഗം എന്ന് പറഞ്ഞാൽ ഭഗവാനെ കുറിച്ച് സംസാരിക്കുന്ന ആളുകളുടെ ഒരു കൂടിച്ചേരൽ, അത്രയും ഞാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. സജ്ജനങ്ങളുടെ ആ ഒരു സംഘത്തിനെയാണ് സത്സംഗം എന്ന് പറയുക എന്നാണ് ശരിക്കും. ഞാനിപ്പോൾ സജ്ജനാണോ അല്ലയെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ ഭഗവാനെ കുറിച്ച് സംസാരിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഞാൻ സത്സംഗം എന്ന് പേരിട്ടത് കേട്ടോ. അപ്പോൾ എന്തായാലും സജ്ജനങ്ങളുടെ കൂടിച്ചേരൽ അല്ലെങ്കിൽ സജ്ജനങ്ങളെ കാണുക. ഈ സജ്ജനങ്ങളെ കാണുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നൊക്കെ പൂന്താനം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടല്ലേ. സജ്ജനങ്ങളെ കാണുന്ന നേരത്ത് ലജ്ജ കൂടാതെ വീണു വണങ്ങണം എന്നാണല്ലോ. അപ്പോൾ അങ്ങനെയുള്ള സത്സംഗങ്ങളുടെ, അതായത് സജ്ജനങ്ങളുടെ സംഗമം,
ഇതിനെയാണ് സത്സംഗം എന്ന് പറയാം. ഇതിൻ്റെ മാഹാത്മ്യം എന്താണെന്ന് ചോദിച്ചു മഹാവിഷ്ണുവിനോട് നാരദ മഹർഷി. അപ്പോൾ മഹാവിഷ്ണു അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ഭഗവാൻ പറഞ്ഞു, അതൊക്കെ ഞാൻ പറഞ്ഞു തരാം. അങ്ങ് ഭൂമിയിൽ പോകൂ, ഇന്ന ദേശത്ത് പോകൂ, ആ ദേശത്ത് ഇന്ന സ്ഥലത്ത് ഒരു പുളിമരം നിൽക്കുന്നുണ്ട്. ആ പുളിമരത്തിൽ ഒരു ഓന്തിരിക്കുന്നത് കാണാം. ആ ഓന്തിനോട് പോയിട്ട് സത്സംഗത്തിൻ്റെ മഹാത്മ്യം എന്താണെന്ന് ചോദിച്ചിട്ട് വരുമെന്ന് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ നാരദ മഹർഷി വിചാരിച്ചു, ഇതിപ്പോൾ എന്താ ഭഗവാൻ പറഞ്ഞു തരേണ്ട ഒരു കാര്യം ഒരു ഓന്തിനോടാണോ ചോദിക്കാൻ പറഞ്ഞത്? എന്തായാലും അത് സാധാരണ ഓന്താവില്ല എന്ന് കരുതി ഇദ്ദേഹം നേരെ ആ പുളി മരത്തിൻ്റെ ചോടെ എത്തി. ആ ഓന്തിനെ കണ്ടപ്പോൾ ചോദിച്ചു, ഓന്തേ, സത്സംഗത്തിൻ്റെ മഹാത്മ്യം എന്താണെന്ന് ഈ ഉള്ളവനെ പറഞ്ഞു തരൂ എന്ന്. ഇത് കേട്ടതും ആ ഓന്ത് മഹർഷിയെ ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് അപ്പം തന്നെ വീണ് മരിച്ചു, ചത്തു. ആ ഓന്തിൻ്റെ കഥ കഴിഞ്ഞു. ഇത് കണ്ടപ്പോൾ നാരദ മഹർഷിക്ക് വല്ലാതെ വിഷമമായി. നാരദ മഹർഷി നേരെ പോയിട്ട് നടന്ന സംഭവങ്ങളൊക്കെ മഹാവിഷ്ണുവിനോട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാരായണമൂർത്തി പറഞ്ഞു, അങ്ങ് ചെന്നിട്ട് ആ ദേശത്ത് തന്നെ ഇന്ന ഭാഗത്ത് ഒരു മാവിൻ്റെ മുകളിൽ ഒരു തത്ത ഇരിക്കുന്നുണ്ട്, ആ തത്തയോട് ചോദിച്ചിട്ട് വരൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ മഹർഷിക്ക് തോന്നി, അങ്ങ് പറഞ്ഞു തന്നാൽ മതിയായിരുന്നു എന്നൊക്കെ. പക്ഷെ എന്നാലും ഭഗവാൻ പറഞ്ഞതല്ലേ, അപ്പം എന്തെങ്കിലും പ്രാധാന്യം ഉണ്ടാവുമെന്ന് കരുതി തത്തയുടെ അടുത്തേക്ക് പോയിട്ടോ. എന്നിട്ട് തത്തയോട് ചോദിച്ചു, തത്തേ, സത്സംഗത്തിൻ്റെ മഹാത്മ്യം എന്താണെന്ന് പറഞ്ഞു തരുമെന്ന്. ഇത് കേട്ടതും ആ തത്ത മഹർഷിയെ നന്നായിട്ടൊന്ന് നോക്കിയിട്ട് അവിടെ കുഴഞ്ഞു വീണു മരിച്ചു. ഇതും കൂടി കണ്ടപ്പോൾ മഹർഷിയുടെ മനസ്സാകമെടുത്തു. മഹർഷി തിരിച്ചു വന്ന് നാരായണമൂർത്തിയോട് പറഞ്ഞു, ഇങ്ങനെയൊക്കെയാണ് സംഭവം എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങ് നേരെ പോയിട്ട് ആ രാജ്യത്തെ മഹാരാജാവിന് ഒരു ഉണ്ണി പിറന്നിട്ടുണ്ട്, ആ ഇപ്പം ജനിച്ച ഉണ്ണിയോട് ചോദിച്ചു നോക്കൂ സത്സംഗത്തിൻ്റെ മഹാത്മ്യം എന്താണ്. നാരദ മഹർഷി പറഞ്ഞു, വേണ്ട, എനിക്കറിയണ്ട. ഇപ്പോൾ ഒരു ഓന്ത് ചത്ത പോലെയും ഒരു തത്ത ചത്ത പോലെയല്ല ഒരു രാജകുമാരൻ മരിച്ചു പോയാൽ ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ദുർവശം എന്നൊക്കെ പറയില്ലേ, അതെനിക്ക് സഹിക്കാൻ ബുദ്ധിമുട്ടാണ്, എനിക്ക് അറിയണ്ട, മഹാത്മ്യം അറിയണ്ടെന്ന്. അങ്ങനെയൊന്നും പറയണ്ട, അങ്ങൊന്ന് ചെന്ന് നോക്കൂ, അവിടെ പോയി ഒന്ന് ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ട സമയത്ത് മനസ്സില്ലാ മനസ്സോടെ കേട്ടോ നാരദ മഹർഷി ചെല്ലണത്. എന്തായാലും അദ്ദേഹം ചെന്നിട്ട് ചോദിച്ചു, എന്താണ് ഈ സത്സംഗത്തിൻ്റെ മഹാത്മ്യം, എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്ന് അപ്പം ജനിച്ച ആ രാജകുമാരനോട്. ആ രാജ്യത്തെത്തിയ സമയത്ത് ആ രാജാവിന് വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം ഒരു ഉണ്ണി പിറന്നതാണ്. ആ ഉണ്ണിയെ അനുഗ്രഹിക്കാൻ ദേവർഷി നാരദ മഹർഷി നേരിട്ടെത്തിയതിൻ്റെ സന്തോഷവും ആഹ്ലാദവും ഒക്കെ രാജാവ് നേരിട്ട് കൊണ്ടുപോകുന്നു, ഉണ്ണിയെ കാണിച്ചു കൊടുക്കുന്നു. ഇത്രയൊക്കെ ആയപ്പോൾ മഹർഷിക്ക് വിറയ്ക്കാൻ തുടങ്ങിയിട്ടോ. അടുത്ത ചോദ്യം ഞാൻ ചോദിച്ചാൽ ഈ ഉണ്ണി കഴിയറ്റ ചെയ്താൽ ഈ രാജാവിൻ്റെ ഒരു മാനസികാവസ്ഥ അത് ഈ ഉള്ളവൻ കാരണം വരുമല്ലോ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സില്ലാ മനസ്സോട് കൂടിയിട്ടാണ് അദ്ദേഹം ചോദിച്ചത്. എന്തായാലും അദ്ദേഹം അത് ചോദിച്ച സമയത്ത് ആ ഉണ്ണിയും ഈ മഹർഷിയും തമ്മിലുള്ള ഈ സംസാരം ഇവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത്രേ, അങ്ങ് ആദ്യം ഓന്തിൻ്റെ രൂപത്തിലുള്ള എൻ്റെ അടുത്ത് വന്ന് ഇതേ ചോദ്യം ചോദിച്ചതോടെ ഓന്തായിട്ടുള്ള എൻ്റെ ആ ദുരിത ജന്മം അവിടെ അവസാനിച്ചു. അടുത്തതായിട്ട് അതിൽ നിന്നും കുറച്ചുകൂടി ഉയർന്ന ഒരു ജീവനായിട്ട് ഒരു തത്തയായിട്ട് ഞാൻ വന്നപ്പോഴും അങ്ങ് ഇതേ ചോദ്യം ചോദിച്ചു. അങ്ങയുടെ ഒരു സാമീപ്യം കൊണ്ട് മാത്രം ആ തത്ത എന്ന ജന്മം അവിടെ അവസാനിച്ചു. ഇനിയും അനേകം ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ജന്മങ്ങൾക്ക് ശേഷം മാത്രം ലഭിക്കേണ്ടിയിരുന്ന ഒരു മനുഷ്യജന്മം അങ്ങേ പോലുള്ള ഒരു സജ്ജനത്തിനെ കണ്ടു എന്ന ഒറ്റ കാരണം കൊണ്ട് എനിക്ക് കൈവരിക്കാൻ സാധിച്ചു. അതും രാജകുമാരനായിട്ടാണ് ഞാനിവിടെ പിറന്നു വീണിരിക്കുന്നത്. ഇത് അങ്ങാകുന്ന സജ്ജനത്തിൻ്റെ ഒരു സമ്പർക്കം മൂലം മാത്രം സംഭവിച്ചതാണ്. ഇത് തന്നെയാണ് സത്സംഗത്തിൻ്റെ മഹാത്മ്യം, അങ്ങ് ഗ്രഹിച്ചാലും എന്ന് പറഞ്ഞ് ആ മഹർഷിയെ മനസ്സാൽ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ സത്സംഗത്തിൻ്റെ പ്രാധാന്യം എന്താണെന്ന് ചോദിച്ചാൽ ഈശ്വരനിലേക്കുള്ള വഴി അല്ലെങ്കിൽ ആ ദൂരം അത് കുറയ്ക്കുന്നതാണ് സത്സംഗം എന്ന് പറയുന്നത്. ഈശ്വരനിലേക്ക് നമ്മൾക്ക് ഓരോരുത്തർക്കും വളരെ പെട്ടെന്ന് തന്നെ അടുക്കാൻ സാധിക്കട്ടെ. ശ്രീ ഗുരുവായൂരപ്പൻ നമ്മൾ ഓരോരുത്തരെയും അതിനായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ അവസാനിപ്പിക്കുന്നു. നാളെ വീണ്ടും വരാമെന്ന് വിചാരിക്കുന്നു. വൈകുന്നേരം 5 മണിക്ക് കാണാമെന്ന് വിചാരിക്കുന്നു. സർവരോഗ വിനാശന, സർവപാപ വിനാശന, സർവദുഃഖ വിനാശന, സർവസൗഖ്യപ്രദായക ശ്രീ ഗുരുവായൂരപ്പ ശരണം. ഹരേ.